ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്ന് ബാങ്ക് നോട്ട്സ് യൂസ് ചെയ്യുന്ന കൂട്ടർ വളരെ കുറവായിരിക്കും. എല്ലാവരും ഈ ഗൂഗിൾ പേ, ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബാങ്ക് നോട്ട്സ് കുറച്ച് കഴിയുമ്പോൾ ഒബ്സൊല്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ ബാങ്ക് നോട്ട്സ് ആദ്യം വേൾഡിൽ ഒറിജിനേറ്റ് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ചൈനയിലൊരു ടാങ് ഡൈനാസ്റ്റി എന്നൊരു ഡൈനാസ്റ്റി ഉണ്ട്. അവരായിരുന്നു ഈ പേപ്പർ കറൻസി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. പിന്നെ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് കമ്പനി, ഇവരൊക്കെ വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പിന്നെയാണ് ഈ US ഗവൺമെൻറ്റും പേപ്പർ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കറൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മളൊക്കെ ബാർട്ടർ സിസ്റ്റം ചെയ്യേണ്ടി വരുമായിരുന്നു. കാരണം 1 കിലോ പഞ്ചസാര കൊടുത്തിട്ട് 1 കിലോ വെള്ളം വാങ്ങേണ്ട അതിലായിരിക്കും നമ്മളുണ്ടോ കറൻസി ഇല്ലെങ്കിൽ. പിന്നെ അമേരിക്കൻ ഡോളർ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അടിച്ചു. പക്ഷേ ശരിക്കും വെച്ചാൽ നമ്മൾ ഈ ഗോഡിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ US ട്രഷറീൻ്റെ ഫെഡറൽ റിസർവ്സിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? അവരാണല്ലോ ഈ നോട്ട് അടിക്കുന്നത്. ശരിക്കും അവർ എന്തുകൊണ്ട് അവർ ഗോഡ് ബി ട്രസ്റ്റ് എന്ന് അടിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനാലോചിക്കും, നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സിനോ അവർ മാർക്കറ്റിൽ ഓൾറെഡി ആക്റ്റീവാണ്. അവർ ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ഫോർ എനി വൺ ടു ഔട്ട് പെർഫോം ദ മാർക്കറ്റ് അവരുള്ളതുകൊണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കോ, ഡെയിലി സെവറൽ തൗസൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെഡ്ജ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട് മാനേജേഴ്സ്, പ്രൈവറ്റ് ഇക്വിറ്റി മാനേജേഴ്സ്, എല്ലാവരും ദേ ആർ ഓപ്പറേറ്റ് ഇൻ ദ മാർക്കറ്റ് ഓൾ ഡേ എവറി ഡേ ഇൻ ദ മോസ്റ്റ് ഇൻറ്റൻസ്ലി കോമ്പറ്റേറ്റീവ് വേയിൽ ഓപ്പറേറ്റ് ചെയ്ത മാർക്കറ്റ്. സോ അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് ഇതിലാണ് നമ്മളും ഈ മാർക്കറ്റിൽ ഔട്ട് ഫോം. ഈ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സൊക്കെ എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബ്രൈറ്റ് സ്റ്റുഡൻസ്, ടോപ്പ് ഓഫ് ദർ ക്ലാസ്സസ്, കോളേജസ്, ഗ്രാജുവേറ്റ് സ്കൂൾസ് വന്ന കൂട്ടറാണ്. ആൻഡ് ബെസ്റ്റ് ആൻഡ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻസ്. അങ്ങനെയുള്ള കൂട്ടർ ഈ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ്, ഗോൾഡ്മാൻ സാക്സിൽ ഇവരൊക്കെ എടുക്കും. നമ്മളെപ്പോലത്തെ ആൾക്കാരൊന്നും അവരെടുക്കില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് വിൻ ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതൊന്നും അറിയാത്ത കൂട്ടൊന്ന് കുറച്ചും കൂടി ഒരു ഇൻഡെക്സ് ഫണ്ടിൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ യു ആർ ഗിവിങ് യുവർ മണി ടു ദം ടു ട്രേഡ്. സോ യു ഗിവ് യുവർ മണി ടു ദം. സോ ഗിവ് യുവർ മണി, ഐ വിൽ മാനേജ് യുവർ മണി. ദാറ്റ്സ് വാട്ട് ദേ ആർ സേയിങ്. സോ അങ്ങനെയുള്ള ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇവർക്കും ഭയങ്കര റിട്ടേൺസ് കിട്ടും. നമുക്ക് ഇൻഡെക്സ് ഫണ്ടിൽ എൻ്റെ പൈസ സേഫാണ്. പക്ഷേ ഇന്നത്തെ ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ആലോചിക്കും, ഇന്ന് ടാറ്റ മോട്ടോഴ്സ് എത്ര ട്രേഡ് ചെയ്ത് നിങ്ങൾ പ്രൈസ് അറിയാം. LNT എത്ര ട്രേഡ് ചെയ്യുന്ന പ്രൈസ് വരിക, 1600. റിലയൻസ് എത്ര ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സോ ഇതെല്ലാം ഇൻഡെക്സ് സ്റ്റോക്ക് തന്നെയാണ്. സോ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത കൂട്ടർക്ക് എന്ത് റിട്ടേൺസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. സോ ദർ ഈസ് നോ സേഫ് ഹെവൻ. ഞാൻ ഇന്നലെ പറഞ്ഞു, നോ വൺ ഈസ് സേഫ് ടുഡേ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഇൻഡെക്സ് ഫണ്ട്സ് ഔട്ട് പെർഫോം ദി മോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അത് ഔട്ട് പെർഫോം ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ മാർക്കറ്റിൽ എനിക്കത് കാണാൻ പറ്റുന്നില്ല. സോ എനിവേ, വി ഹാവ് ടു പ്ലാൻ അവർ പ്ലേ ആൻഡ് പ്ലേ അവർ പ്ലാൻ. അത്രയേ ഉള്ളൂ ട്രേഡിങ്ങിൽ ഞാൻ ആലോചിക്കുന്നത്. സോ ഇനി ഐ വിൽ കം ടു ദ മാർക്കറ്റ് ഇപ്പം ചെയ്യുന്നത് ഓൾമോസ്റ്റ് 422 പോയിൻറ്റ്സ് നിഫ്റ്റി അപ്പിലാണ് കാണുന്നത്.